പാരീസ് ഒളിമ്പിക്സ് 2024 കൊടിയിറങ്ങി. അമേരിക്കൻ സിനിമാ താരം ടോം ക്രൂസ് പാരീസിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ പറന്നിറങ്ങിക്കൊണ്ട് ഒളിമ്പിക്സ് മാമാങ്കം തീർന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഒരു ഗോൾഡ് മെഡൽ പോലും നേടാനാവാതെ 140 കോടി ജനങ്ങളുടെ രാജ്യമായ ഇന്ത്യ 71ാമതായി പാകിസ്ഥാനേക്കാളും വളരെ താഴെ മെഡൽ ടാലിയിൽ ഫിനിഷ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓരോ ഒളിമ്പിക്സും ഇന്ത്യക്ക് തിരിച്ചടികൾ മാത്രമാണ് തരുന്നത്. ഒളിമ്പിക്സിലെ കഴിഞ്ഞ 100 കൊല്ലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ് സ്പോർട്സ് ഇവന്റിൽ ഒരു കാലഘട്ടത്തിൽ പോലും ഇന്ത്യ എന്ന രാജ്യം ഒരിക്കലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ സ്പോർട്സിൽ ഒരിക്കലും വിജയിക്കാത്തത്? നമ്മുടെ ജനറ്റിക്സിന് എന്തെങ്കിലും കുറവുണ്ടോ? എന്തുകൊണ്ടാണ് ശാരീരികമായി അധ്വാനം ആവശ്യമുള്ള ഒരു കോമ്പറ്റീറ്റീവ് ഗെയിംസിലും ഇന്ത്യൻസ് ശോഭിക്കാത്തത്? പാകിസ്ഥാനികൾ പറയുന്നത് പോലെ നമ്മൾക്ക് ശാരീരികമായ ജനറ്റിക്കൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? ലോകത്തിലെ 1ാമത്തെ ജനസംഖ്യയും 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയും 4ാമത്തെ വലിയ സൈനിക ശക്തിയുമായ ഇന്ത്യ ഒളിമ്പിക്സ് മെഡൽ ടാലിയിൽ വമ്പന്മാരായ അമേരിക്കയുടെയും ചൈനയുടെയും 7 അയൽപക്കത്ത് പോലുമില്ല. ഇന്റർനാഷണൽ മീഡിയ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആൻഡ് ചൈനീസ് ബേസ്ഡ് സോഷ്യൽ മീഡിയ, ഇന്ത്യക്കാർക്ക് ശാരീരികക്ഷമത ഇല്ല എന്ന കമന്റുകൾ കൊണ്ട് നിറയുകയാണ്, പരിഹസിക്കുകയാണ്. അവർ നമ്മളെ നോക്കി കളിയാക്കുകയാണ്. അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ഏതൊരു ഭാരതീയനും നാണക്കേടാണ് ഈ ഒരു അവസ്ഥ. യുദ്ധം കൊണ്ട് വലഞ്ഞിരിക്കുന്ന ഉക്രൈൻ, ദരിദ്ര രാജ്യമായ നോർത്ത് കൊറിയ, മറ്റു പല അനേകം ചെറുകിട രാജ്യങ്ങൾ പോലും ഒന്നിൽ കൂടുതൽ ഗോൾഡ് മെഡൽ ഒളിമ്പിക്സിൽ വാരിക്കൂട്ടുമ്പോൾ അവരുടെ രാഷ്ട്രത്തെക്കാൾ എത്രയോ കോടിക്കണക്കിന് രൂപ സ്പോർട്സിന് വേണ്ടി ചിലവാക്കുന്ന ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഒരു ഗോൾഡ് മെഡൽ പോലും ഇല്ലാതെ മെഡൽ ടാലിയിൽ ഈ ചെറിയ രാജ്യങ്ങളെക്കാൾ എല്ലാം താഴെ 71ാം സ്ഥാനം കൊണ്ട് തല താഴ്ത്തി മടക്കേണ്ടി വന്നത്? 16 സ്പോർട്സുകളിലായി 117 അത്ലറ്റുമാരും 140 സ്പോർട്സ് സ്റ്റാഫുകളുമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 26 ജൂലൈ 2024 പാരീസിൽ തുടങ്ങിയ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയത്. മലയാളിയായ ഹോക്കി താരം ശ്രീജേഷ് നയിക്കുന്ന ഇന്ത്യൻ ഹോക്കി ടീം, ഇന്ത്യയുടെ അഭിമാനമായ നീരജ് ചോപ്ര, ഷൂട്ടിംഗിലെ പുതിയ താരോദയമായ മനു ബഖേർ എന്നിവരെ പ്രശംസിച്ചു മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ സ്പോർട്സ് നിര അമ്പയെ പരാജയമാണ്. അതേപോലെ സീനിയർ സ്പോർട്സ് താരങ്ങളെല്ലാം വെറും വേസ്റ്റായി മാറി ഈ ഒളിമ്പിക്സിൽ. നീരജ് ചോപ്രയെ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയുടെ സീനിയർ കായിക താരങ്ങളെല്ലാം പരാജയമാണ്. കഴിഞ്ഞ ഒളിമ്പിക്സിന്റെ അത്രയും പോലും നിലവാരം നിലനിർത്താൻ അവർക്കായില്ല. 1920 തുടങ്ങി 2024 വരെയുള്ള 100 കൊല്ലത്തെ ഇന്ത്യയുടെ ഒളിമ്പിക്സ് പെർഫോമൻസ് എന്നാൽ 41 മെഡലുകൾ മാത്രമാണ്. ഇത് ചൈനയുടെ ഒരു കൊല്ലത്തെ പെർഫോമൻസിന്റെ പകുതിക്ക് താഴെയേ വരുന്നുള്ളൂ. ഒരു 100 കൊല്ലം കൊണ്ട് പോലും ഇന്ത്യയെ പോലത്തെ ഒരു വലിയ രാജ്യത്തിന് ലോകത്തിന് മുൻപിൽ തങ്ങളുടെ കായിക ശക്തി തെളിയിക്കാനാവുന്നില്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും നമ്മളെ നോക്കി ചിരിക്കുന്നത് വെറുതെയല്ല എന്ന് കരുതേണ്ടി വരും. ഓരോ അത്ലറ്റിക്സിനും വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് സ്പോർട്സ് മിനിസ്ട്രി ചെലവഴിക്കുന്നത്. അതുപോലെ റെക്കോർഡ് സ്പോർട്സ് ബജറ്റാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പോർട്സിന് വേണ്ടി എല്ലാ കൊല്ലവും മുടക്കുന്നത്. അതിനും പുറമെ പാരീസ് ഒളിമ്പിക്സിന് വേണ്ടി മാത്രം കഴിഞ്ഞ 3 വർഷക്കാലമായി 470 കോടി രൂപ ഉന്നത കായിക താരങ്ങളുടെ പരിശീലനത്തിനായി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. അത്ലറ്റിക്സിന് 96 കോടി രൂപ, ബാഡ്മിന്റണിന് 72 കോടി രൂപ, ബോക്സിന് 60 കോടി രൂപ, ഷൂട്ടിങ്ങിന് 60 കോടി രൂപ എന്നിവയാണ് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ഷൂട്ടിംഗ് ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരു സ്പോർട്സിലും ശോഭിക്കാൻ നമ്മളുടെ സീനിയർ താരങ്ങൾക്കായില്ല. ഇതിനു വേണ്ടി ചിലവാക്കിയ പൈസ മുഴുവൻ വെറും വേസ്റ്റ് ആണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരുടെ സങ്കടവും നാം മനസ്സിലാക്കേണ്ടി വരും. നമ്മളുടെ തോൽവിയുടെ പ്രധാന കാരണം നല്ല ടാലന്റ് ഉള്ള ഇന്ത്യക്കാരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കാനുള്ള കഴിവ് സ്പോർട്സിൽ ഒരു മാനദണ്ഡമാണെങ്കിൽ ഇന്ത്യക്ക് ഒരിക്കലും വലിയ ടാലന്റ് സ്പോർട്സിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം നല്ല കഴിവുള്ള താരങ്ങൾ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഉള്ളത്. മേജർ സ്പോർട്സ് ഇവന്റുകളെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ആളുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന ഒരു ധാരണ നമ്മളുടെ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾക്ക് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ചില കായിക ഇനത്തിൽ പങ്കെടുക്കാൻ തന്നെ അവരാരും തയ്യാറാവുന്നില്ല. അതെ, വലിയവന്റെ ഗെയിംസ് ആണ് എന്ന ചിന്ത ഗ്രാമത്തിൽ താമസിക്കുന്ന ടാലൻസ് പൊങ്ങി വരാത്തതിന് ഒരു വലിയ കാരണമാണ്. നോർത്ത് ഇന്ത്യ ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ ഹിന്ദി അറിയാത്തത് കൊണ്ട് പല ടാലന്റുകളിലേക്കും ഒരിക്കലും നാഷണൽ ലെവലിലേക്ക് കയറി വരാതെ നശിച്ചു പോകുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടത് നാഷണൽ ലെവൽ ടാലന്റ് ഹണ്ടിങ് ഓരോ സംസ്ഥാനത്തിനും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിൽ തന്നെ നടക്കണം. ത്രിതല പഞ്ചായത്തുകളായിരിക്കണം ഇന്ത്യയിൽ സ്പോർട്സ് ടാലന്റ് ഹണ്ടിങ്ങിന്റെ പ്രധാന കേന്ദ്രം. അതിന് അവർക്ക് അധികം സ്പോർട്സ് ഫണ്ടിങ് വേണ്ടി വരും. അതുപോലെ നല്ല ട്രെയിനേഴ്സ് ലോക്കൽ ലെവലിൽ ആവശ്യമായിട്ട് വരും.
ഇത് ഓരോ സംസ്ഥാന ഗവൺമെന്റുകളും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. നല്ല ലോക്കൽ ട്രെയിനേഴ്സ് ടാലന്റിനെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടുപിടിച്ച് സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. തുടക്കത്തിൽ തന്നെ ലോക്കൽ ബോഡിയും സംസ്ഥാനവും അത് ചെയ്യണം. പിന്നെ രാജ്യത്തിന്റെ സെൻട്രൽ ഗവൺമെന്റ് അത് ഏറ്റെടുക്കണം. അല്ലാതെ മൂത്തു നിറച്ചതിന് ശേഷം ഒരാളെ രാജ്യത്തിന്റെ സ്പോർട്സ് മിനിസ്ട്രി സ്പോൺസർ ചെയ്തിട്ട് ഇന്റർനാഷണൽ ഇവന്റിൽ പോയി മെഡൽ ജയിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് അസാധ്യമായിരിക്കും. അതുപോലെ സ്റ്റേറ്റ് ലെവൽ കഴിവ് തെളിയിച്ച ഓരോ കായിക താരത്തിനും അതാത് സ്റ്റേറ്റ് ജോലിയും സാമ്പത്തികവുമായ സുരക്ഷ ഏർപ്പെടുത്തണം. അതുപോലെ അവരുടെ മുൻപിലോട്ടുള്ള ട്രെയിനിങ് ചെലവുകൾ മുഴുവൻ സ്റ്റേറ്റ് ഏറ്റെടുക്കണം. നാഷണൽ ലെവലിൽ കഴിവ് തെളിയിക്കുന്ന താരങ്ങളെ യൂണിയൻ ഗവൺമെന്റ് ചെറുപ്രായത്തിൽ തന്നെ ഏറ്റെടുത്ത് ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് നല്ലൊരു ജീവിതം സ്പോൺസർ ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല ടാലന്റുകളെ നമുക്ക് കണ്ടുപിടിച്ച് വളർത്തിയെടുക്കാൻ പറ്റൂ. അടുത്ത മേജർ പ്രശ്നം നമ്മുടെ കൾച്ചറൽ പ്രശ്നമാണ്. ഒന്നാമത്തെ കൾച്ചറൽ പ്രശ്നം സ്പോർട്സിന് ഒട്ടും പ്രോത്സാഹനം നൽകാത്ത ഫാമിലി ചുറ്റുപാടാണ്. അതുകൊണ്ട് സ്കൂളുകളിൽ സ്പോർട്സ് ഒട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. സ്പോർട്സ് പീരീഡിൽ കണക്ക് മാഷ് കയറി വന്ന കലാലയങ്ങളിൽ നിന്ന് സ്പോർട്സ് താരങ്ങൾ എങ്ങനെ ഉയർന്നു വരും? കായിക താരങ്ങൾക്ക് തുടക്കം തുടങ്ങി സാമ്പത്തിക സുരക്ഷ സർക്കാർ തലത്തിൽ ഉറപ്പാക്കിയാലേ കുടുംബം കുട്ടികളെ സ്പോർട്സിലേക്ക് പറഞ്ഞു വിടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ സ്പോർട്സ് അധ്യാപകർക്കാണ് ആദ്യം നല്ല ട്രെയിനിങ് കൊടുക്കേണ്ടത്. മോഡേൺ സ്പോർട്സ് ടെക്നിക്സ് തുടങ്ങി ന്യൂട്രീഷൻ അറിവ് പോലെ സ്പോർട്സ് മെഡിസിൻ ആൻഡ് സ്പോർട്സ് സൈക്കോളജി എന്നിവയിൽ അവർക്ക് നല്ല പരിശീലനം കൊടുക്കണം. കാരണം അവരാണ് ടാലന്റുകളെ ആദ്യം പരിചയപ്പെടുന്നതും കണ്ടുപിടിക്കുന്നതും. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സ്പോർട്സ് അധ്യാപകർക്ക് നല്ല പരിശീലനം കൊടുക്കണം. അല്ലാതെ സ്ഥലക്കച്ചവടം നടത്താൻ പോകുന്ന രാഷ്ട്രീയ അടിമകളായ സ്പോർട്സ് അധ്യാപകർ ഒരിക്കലും നല്ല ടാലന്റുകളെ കണ്ടുപിടിക്കില്ല. അതിന് നല്ല മാറ്റം വരണം. നല്ല ട്രെയിനേഴ്സ് പഞ്ചായത്ത് ലെവലിൽ തന്നെ ഉയർന്നു വരണം. ലോക്കൽ NGOകളും സ്പോർട്സ് ക്ലബ്ബുകളും ത്രിതല പഞ്ചായത്തുകളും സ്കൂളുകളും സംയുക്തമായി പ്രവർത്തിക്കണം. രണ്ടാമത്തെ കൾച്ചറൽ പ്രശ്നം നമ്മുടെ ഭക്ഷണശീലമാണ്. പ്രോട്ടീൻ ഒട്ടുമില്ലാത്ത കാർബോഹൈഡ്രേറ്റ് കുത്തി നിറച്ചു കൊടുക്കുന്ന ഇന്ത്യൻ ഭക്ഷണ രീതി നമ്മളിലെ കായികക്ഷമതയെ ഇല്ലാതാക്കും. എന്തിനും ഏതിനും വെജിറ്റേറിയൻ സ്പിരിച്വാലിറ്റിയുടെ കടന്നുകയറ്റം കായികക്ഷമത ഇന്ത്യയിൽ വളരെ താഴത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ആവറേജ് ഇന്ത്യക്കാരൻ്റെയും മറ്റു രാജ്യത്തുള്ള ആളുകളുടെയും ഫിറ്റ്നസ് ക്ഷമതയ്ക്ക് വളരെ വലിയ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റിയെടുക്കണം. പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം നാം കുട്ടികൾക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ കോമ്പറ്റീറ്റീവായ കായിക മത്സരങ്ങളിൽ നമുക്ക് ശോഭിക്കാനാകൂ. പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് ഇന്ത്യയെ പോലെ ഇത്രയ്ക്കും ജനറ്റിക്കലി ഉയർന്നതും ഇത്രയ്ക്ക് വ്യത്യസ്തവും ഡൈവേഴ്സിറ്റി ഉള്ളതുമായ ഒരു രാജ്യം ഈ ഭൂമിയിൽ വേറെ ഇല്ല എന്നതാണ്. ലോകത്തിലെ ഏത് കാലാവസ്ഥയുമുള്ള പ്രദേശങ്ങൾ, അതുപോലെ എല്ലാ ജോഗ്രഫിയുമുള്ള രാജ്യം ലോകത്ത് ഇന്ത്യ അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് വിവരമില്ലാത്ത പാകിസ്ഥാനികളും വിശ്വാസയോഗ്യരല്ലാത്ത ചൈനക്കാരും പറയുന്നതല്ല സത്യം. ഇപ്പോൾ ഉള്ള സ്പോർട്സ് ഫെസിലിറ്റികൾ വെച്ച് തന്നെ കുറച്ച് മാറ്റങ്ങൾ നാം നമ്മുടെ സ്പോർട്സ് സെലക്ഷൻ പ്രോസസ്സിലും ഭക്ഷണ രീതിയിലും വരുത്തിയാൽ തന്നെ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ ഇന്ത്യ ഗോൾഡ് ജയിക്കാൻ തുടങ്ങും. ഇന്ത്യൻ അത്ഭുതങ്ങൾ സ്പോർട്സിൽ സംഭവിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.